ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡയറിയിൽ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാൻ പോണത്. അതിന്ന് നമ്മൾ ഒരു കൃഷ്ണനെ വരയ്ക്കാൻ പോണത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ യൂണിക്കോണിനെ വരച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോണത് കൃഷ്ണനെയാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണൻ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മൾ വരച്ച യൂണിക്കോൺ ഇതാ. പിന്നെ ഞാൻ അതിനൊപ്പം കുറച്ച് റൈറ്റിങ്സും പിന്നെ കുറേ പേജസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തു. ഇനി നമുക്ക് വരച്ച് നോക്കാം. എനിക്ക് അത്ര നന്നായി വരയ്ക്കാനൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങളെ ഡയറി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പേജസൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ കൃഷ്ണനെ വരയ്ക്കാൻ പോവുകയാണ്. ആൻഡ് നമ്മൾ വലിയ കൃഷ്ണനൊന്നല്ല വരയ്ക്കണത് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ വലുതായിട്ടുള്ള പിക്ചറല്ല, കൃഷ്ണൻ ചെറുതാവുമ്പോഴേ ഉള്ള പിക്ചറാണ്. ആൻഡ് നമ്മൾ വരയ്ക്കാൻ പോണ പിക്ചറാണ് ഇത്. ഈ കൃഷ്ണനെ നമ്മളിന്ന് വരയ്ക്കാൻ പോണത്. ഇതിൻ്റെ ഒപ്പം ഒരു നന്ദി ഉണ്ട്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഒപ്പം ഒരു നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെയാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, പെൻസിലോണ്ടാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മളെ റെഫറൻസ് പിക്ചർ. ഞാൻ ഇങ്ങനെ വരച്ചതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ബാക്കിയുള്ളതൊന്നും എനിക്കിഷ്ടമായിട്ടില്ല. ഇതിൻ്റെ ഫേസ് വരച്ചതിനാൽ ആകെ കുളമായെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പച്ച കുളമാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ പെൻസിലോണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തത്, അത് മാത്രമേ നന്നായുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ നോക്കി നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് അത് കളറില്ലാത്ത പിക്ചറായിരുന്നു. ഞാൻ കളർ ചെയ്യണുണ്ട്. ആൻഡ് മാർക്കേഴ്സ് കൊണ്ടാണ് കളർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ പിന്നിൽ എന്തെങ്കിലും ചട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം കളർ ചെയ്യാൻ. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കി വെച്ചു. ഓണാക്കാൻ മറന്നുപോയി. ഞാൻ പോസിൽ വെച്ചതാണ് എൻ്റെ ഒരു ഓർമ്മ. ബട്ട് ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ കളർ ചെയ്തത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനത്തെ മോർ വീഡിയോസിനായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ആൻഡ് ഇപ്പോൾ നമ്മൾ ചാനലിലാകെ 194 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അടുത്തത് എന്ത് നിങ്ങൾ വരയ്ക്കാൻ പറയണോ ഒക്കെ ഞാൻ വരയ്ക്കുന്നതായിരിക്കും. ആൻഡ് മുടിക്ക് ഞാൻ 2-3 ബ്രൗൺ നോക്കിയിട്ടാണ് കേട്ടോ ഈ ബ്രൗൺ സെലക്ട് ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ്റെ മേത്തിൽ കൂടെ നീല കളർ കൊടുത്തു, വായയിൽ നാവിൽ റെഡ് കളർ കൊടുത്തു, കൃഷ്ണൻ്റെ പാൻറ് മൊത്തം നേരെയാക്കി. ഇപ്പോൾ കൃഷ്ണൻ്റെ മുടി നേരെയാക്കി. ഇത് ഞാൻ വീഡിയോ സ്പീഡപ്പ് ആക്കിയതാട്ടോ, പച്ചമല്ല ഞാൻ ചെയ്യണത്. ആൻഡ് ഈ കുടത്തിന് ഇത് കളറില്ലാത്ത ഫോട്ടോ അല്ലേ. അപ്പം എനിക്ക് തോന്നുന്ന കളേഴ്സ് ഞാൻ അങ്ങനെ അതിലേക്ക് കൊടുക്കുകയാണ്. എനിക്കറിയില്ല ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ചേർച്ച തോന്നിയ കളേഴ്സ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ആദ്യം ഡാർക്ക് പിങ്ക് എടുത്തു, പിന്നെ ഞാൻ ലൈറ്റ് പിങ്ക് എടുത്ത് കൊടുത്തു വായൻ്റെ ഒരു ഉൾഭാഗം. പിന്നെ കൃഷ്ണന് ബ്ലഷ് ഇട്ടതാണ് ആകെ കൊളായത്, ഒരു വൈലറ്റ് കളറായി. പിന്നെ തെളിഞ്ഞ് പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് കളറായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നന്ദീൻ്റെ കളർ ആദ്യം ബ്രൗൺ കൊടുക്കണം എന്ന് വിചാരിച്ചു, പിന്നെ ബ്ലാക്ക് മതി എന്ന് വിചാരിച്ചു. ഇനി നന്ദിക്ക് ബ്ലഷ് ഇട്ട് കൊടുത്തു, ചെവി അരച്ചത് പിന്നെയും പോട്ടെ. ബ്ലഷ് തീരെ രസം ഉണ്ടായില്ല കേട്ടോ. നന്ദീൻ്റെ നാവിലും ഞാൻ റെഡ് കളർ തന്നെ കൊടുത്ത്. ഇനി നന്ദിയുടെ മൂക്കിന് ഞാൻ ബ്രൗണാണ് കൊടുത്ത്. ഏതോ ഒരു പശു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുഴപ്പമില്ല, രസമുണ്ട്. മയിൽപ്പീലിക്ക് ഏത് കളറാണ് കൊടുക്കാമെന്നും കൂടി അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ലുക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഷെയർ സബ്സ്ക്രൈബ്